ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും സുഖാണെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് NCERT ക്ലാസ് 8 ഇംഗ്ലീഷ് ചാപ്റ്റർ 9 ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസിൻ്റെ 1ൻ്റെ പാർട്ട് 1 ആണ്. അതായത് രണ്ട് ചാപ്റ്റർ ആയിട്ടാണ് നമ്മൾ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് സെക്ഷൻ്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഫ്രം ദ നെയിം ഇറ്റ് സെൽഫ് ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ്, ഒരു വലിയ ഒരു സ്റ്റോൺ കൊണ്ട് ഉണ്ടാക്കിയ ഒരു മുഖം. അപ്പോൾ എന്തായിരിക്കും അത്? മേ ബി ഒരു മൗണ്ടെയിനിൽ ഒരാളുടെ മുഖം റിസംബിൾ ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരാളുടെ മുഖം പോലെ തോന്നിക്കുന്ന ഒരു ഇതായിരിക്കാം. അപ്പോൾ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൻ്റെ ഈ ഒരു പിക്ചറിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും, അങ്ങനെ ഒരു മുഖമുള്ള ഒരാളെ പോലെയാണ് നമുക്കിത് കാണുന്നത്. സോ ഇതെന്താണെന്ന് നമുക്ക് നോക്കാം. ബിഫോർ യു റീഡ്, seen from a distance, hilltops and huge rocks seem to assume various shapes. They may resemble an animal or a human figure. സോ നമ്മൾ ദൂരത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ മലനിരകളും അതുപോലെ തന്നെ വലിയ വലിയ പാറകളൊക്കെ പല പല ഷേപ്പ് പോലെ തോന്നിക്കും. ചിലതാവട്ടെ ആനിമലിൻ്റെ ഫേസ് ആയിരിക്കും, ചിലതാവട്ടെ ഹ്യൂമൻ്റെ ഫിഗർ ആയിരിക്കും. പീപ്പിൾ കോൺട്രിബ്യൂട്ട് സ്റ്റോറീസ് ടു ദീസ് ഷേപ്സ്. സം സ്റ്റോറീസ് കം ട്രൂ, അതേഴ്സ് ഡോണ്ട്. The great stone face is one such shape that reminds the inhabitants of the valley of a prophecy. സോ നമ്മുടെ ചില ആൾക്കാർ എന്ത് ചെയ്യും, ഈ ഒരു ഷേപ്പുകളെ പറ്റിയിട്ട് ഓരോ കെട്ടുകഥകൾ ഉണ്ടാക്കും. ചിലത് നടക്കും, ചിലത് എന്ത് ചെയ്യില്ല, അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് എന്ന ഈ ഒരു സ്റ്റോറിയും എന്താണ്, ഇങ്ങനത്തെ ഒരു ഷേപ്പിൻ്റെയാണ്. അത് ആ നാട്ടിലുള്ള ഇൻഹാബിറ്റൻസ് അല്ലെങ്കിൽ ആ നാട്ടുകാരുള്ള അവിടെ നാട്ടിൽ താമസിക്കുന്ന ആൾക്കാരെയാണ് നമുക്ക് ഇൻഹാബിറ്റൻസ് എന്ന് വിളിക്കാം. ആ നാട്ടുകാരുടെ പ്രൊഫസിയാണ്. പ്രൊഫസി എന്ന് വെച്ചാൽ വരും കാലത്തെ പറ്റിയിട്ടുള്ള സൂചന എന്നാണ് പ്രൊഫസിയുടെ മീനിങ്. സോ എന്താണ്, വാട്ട് വാസ് ഇറ്റ് ആൻഡ് ഡിഡ് ഇറ്റ് കം ട്രൂ? അത് ആ പ്രൊഫസി സംഭവിച്ചോ, അത് ട്രൂ ആയോ എന്നൊക്കെയാണ് ഇതിൻ്റെ ഇൻട്രൊഡക്ഷനിൽ പറയുന്നത്. So one afternoon, when the sun was going down, a mother and her little boy sat at the door of their cottage, talking about the great stone face. So ഒരു ദിവസം ഒരു ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ സണ്ണൊക്കെ ഇങ്ങനെ ഈവനിങ് ആവാറായി, അപ്പോൾ സണ്ണ് താഴേക്ക് ഇറങ്ങി എന്നാണ് പറയുന്നത്. ഒരമ്മയും അവരുടെ ചെറിയ മോനും എന്ത് ചെയ്യുന്നു, അവരുടെ കോട്ടേജിൻ്റെ മുന്നിലെ ഡോറിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അവർ ഈ ഗ്രേറ്റ് സ്റ്റോൺ ഫേസിനെ പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. ദേ ഹാഡ് ഓൺലി ടു ലിഫ്റ്റ് ദെയർ ഐസ് ആൻഡ് ദെയർ ഇറ്റ് വാസ് പ്ലെയിൻ ടു ബി സീൻ ദോ മൈൽസ് എവേ വിത്ത് ദ സൺഷൈൻ ബ്രൈറ്റനിങ് ഓൾ ഇറ്റ്സ് ഫീച്ചേഴ്സ്. സോ അവരിങ്ങനെ അവരുടെ മുറ്റത്ത് അല്ലെങ്കിൽ ആ ഒരു കോട്ടേജിൻ്റെ ഫ്രണ്ട് ഡോറിൽ ഇരുന്നാൽ തന്നെ അവർ ജസ്റ്റ് കണ്ണു പൊക്കിയാൽ തന്നെ അവർക്ക് ആ ഒരു സ്റ്റോൺ ഫേസിനെ കാണാൻ കഴിയും. കാരണം എത്രത്തോളം ദൂരമാണെങ്കിൽ പോലും അത്രയ്ക്ക് വിസിബിൾ ആയിരുന്നത് അവിടെ നിന്ന്. മാത്രവുമല്ല ആ ഒരു ഈവനിങ് സൺ ഇറങ്ങുന്നതിൻ്റെ ആ ഒരു സൺഷൈൻ ഉണ്ടാവുമല്ലോ, അത് അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഇങ്ങനെ എടുത്തു കാണിക്കുമായിരുന്നു. അതുകൊണ്ട് അവർക്ക് കാണാൻ നല്ല എളുപ്പമായിരുന്നു. And what was the great stone face? The great stone face was a nature of work formed on the perpendicular side of the mountain by some immense rocks, which had been thrown together so that, which viewed at a proper distance, they resembled the features of a human face. So, എന്താണ് ഗ്രേറ്റ് സ്റ്റോൺ ഫേസ്? അപ്പോൾ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് എന്ന് വെച്ചാൽ നമ്മുടെ നേച്ചറിൻ്റെ ഒരു ആർട്ട് വർക്കാണത്. അതെന്ന് വെച്ചാൽ നമ്മുടെ മൗണ്ടെയിൻ്റെ പെർപെൻഡിക്കുലർ സൈഡ് അല്ലെങ്കിൽ ഒരു സ്റ്റീപ്പ് സൈഡിൽ ആണുള്ളത്. അത് ഒരു പ്രോപ്പർ ഡിസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഒരു ഹ്യൂമൻ ഫേസിനെ റിസംബിൾ ചെയ്തിരിക്കും, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ഫേസിനെ പോലെ തോന്നുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ. ഇഫ് ദ സ്പെക്ടേറ്റർ അപ്രോച്ച്ഡ് ടു നിയർ, ഹി ലോസ്റ്റ് ദ ഔട്ട്ലൈൻ ഓഫ് ദ എനോമസ് ഫേസ് ആൻഡ് കുഡ് സീ ഓൺലി ഹീപ്പ് ഓഫ് ദി gigantic rocks piled upon one another. സോ നമ്മുടെ ഈ കാണുന്ന ആൾ, സ്പെക്ടേറ്റർ എന്ന് പറയുമ്പോൾ കാണുന്ന ആൾ, വ്യൂ ചെയ്യുന്ന ആളെയാണ് നമ്മൾ സ്പെക്ടേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരാൾ എന്ത് ചെയ്യുന്നത്, അതിൻ്റെ അടുത്ത് പോയി നിൽക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഫേസും കാര്യങ്ങളൊന്നും ആൾക്ക് മനസ്സിലാവില്ല. ജസ്റ്റ് കാണാൻ പറ്റുന്നത് വലിയ വലിയ ജൈജാൻറ്റിക് അല്ലെങ്കിൽ വലിയ വലിയ ഇമ്മൻസ് റോക്സിൻ്റെ വലിയ ഹീപ്പ് അല്ലെങ്കിൽ കൂന മാത്രമായിട്ടേ കാണാവുന്നുള്ളൂ. അതിങ്ങനെ പൈൽഡ് അപ്പോൺ വൺ അനദർ എന്ന് വെച്ചാൽ ഒന്നിൻ്റെ മുകളിലൊന്നായിട്ട് കൂട്ടിയിരിക്കുന്നത് പോലെ അവർക്ക് കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഒരു ഡിസ്റ്റൻസിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്റ്റോൺ ഫേസിൻ്റെ അപ്പിയറൻസ് ആയിട്ട് കാണുള്ളൂ. But seen from a distance, the clouds clustering about it, the great stone face seemed positively to be alive. It was the belief of many people that the valley owed much of its fertility to the benign face that was continually beaming over it. സോ ഇതൊരു ഡിസ്റ്റൻസിൽ കാണുകയാണെങ്കിൽ ചില സമയത്ത് എന്ത് ചെയ്യും, ക്ലൗഡ്സ് ഇങ്ങനെ ക്ലസ്റ്റർ ചെയ്തിരിക്കും അല്ലെങ്കിൽ ക്ലൗഡ്സ് ഗ്യാദർ ചെയ്തതുപോലെ കാണാം. അപ്പോൾ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് എപ്പോഴും എന്താണ്, പോസിറ്റീവ്ലി അലൈവ് ആയിട്ടുള്ള അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ജീവിച്ചിരിക്കുന്ന ഒരു ഇതിനെ പോലെയാണ് ഇത് കാണിക്കുന്നത്. അന്നത്തെ ആൾക്കാരുടെ ഒരു ബിലീഫ് അല്ലെങ്കിൽ വിശ്വാസം എന്താണെന്ന് വെച്ചാൽ
വാലീൻ്റെ ഈ ഫെർട്ടിലിറ്റിയും അതായത് അതിൻ്റെ ഫലപുഷ്ടിയൊക്കെ എന്ന് വെച്ചാൽ ഈ ഒരു ബിനൈൻ ഫേസ് അല്ലെങ്കിൽ ഈ ഒരു കൈൻഡ് ഫേസ് കാരണമാണ്. അതെപ്പോഴും നല്ലൊരു കാര്യങ്ങളാണ് ആ വാലിയുള്ള ആൾക്കാർക്ക് ചൊരിയുന്നതെന്നാണ് അവിടുത്തെ ആൾക്കാരുടെ വിശ്വാസം. സോ ബിനൈൻ എന്ന് വെച്ചാൽ കൈൻഡ് ഓർ ജെൻറ്റിൽ ഫേസ് എന്നാണ് അർത്ഥം. A mother and her little boy, as we said earlier, sat at the door of their cottage, gazing at the great stone face and talking about it. The child's name was Ernest. സോ ഒരു അമ്മയും അവരുടെ ചെറിയ മോനും എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ കോട്ടേജിൻ്റെ മുന്നിൽ ഇരിക്കുന്ന നമ്മൾ ഓൾറെഡി പറഞ്ഞു. അവരാണെങ്കിൽ ഗേറ്റ് സ്റ്റോൺ ഫേസിനെ നോക്കിയിരിക്കുകയാണ്. ഈ കുട്ടിയുടെ പേരാണ് ഏർണസ്റ്റ് എന്നായിരുന്നു. Mother, said he, while the great stone face smiled on him, I wish that it could speak, for its looks so very kindly that its voice must indeed be pleasant. If I ever see a man with such a face, I should love him very much. സോ അമ്മേ എന്ന് പറയാണ്, മോൻ പറയാണ്, ആ ഒരു ഗ്രേറ്റ് സ്റ്റോൺ ഫേസ് അവൻ്റെ മുഖത്ത് നോക്കിയാൽ ചിരിക്കുന്ന പോലെ അവന് തോന്നി. എനിക്ക് തോന്നുന്നത് അവർക്ക് അതിന് സംസാരിക്കാൻ കഴിയുകയാണെങ്കിൽ അല്ലെങ്കിൽ അതൊരു ഭയങ്കര കൈൻഡായിട്ടുള്ള ലുക്കുള്ളൊരു സ്റ്റോൺ ഫേസാണ്. അതിൻ്റെ സംസാരം ഒരുപക്ഷെ സംസാരിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഭയങ്കര പ്ലെസൻറ്റ് സംസാരമായിരിക്കും. ഇപ്പോൾ ഇങ്ങനത്തെ ഒരാളെ, ഈ ഒരു സ്റ്റോൺ ഫേസിൻ്റെ മുഖം റിസംബിൾ ചെയ്തൊരു മനുഷ്യനെ കാണുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തെ നല്ല രീതിയിൽ സ്നേഹിക്കുമെന്ന് മോൻ പറയാണ്. സോ ഇഫ് ആൻ ഓൾഡ് പ്രൊഫസി should come to pass, answered his mother, we may see a man sometime with exactly such a face as that. സോ നമ്മുടെ ഓൾഡ് പ്രൊഫസി എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം നടക്കും എന്തായാലും. അമ്മ പറയാണ്, ഒരു ദിവസം നമുക്ക് എന്ത് കാണാം, അങ്ങനത്തെ ഒരു ഫേസിലൊരാളെ നമുക്ക് കാണാൻ കഴിയുമെന്ന് മോനോട് പറയാണ്. വാട്ട് പ്രൊഫസി ഡു യു മീൻ, ഡിയർ മദർ, ഈഗർലി ഇൻക്വയർഡ് ഏർണസ്റ്റ്, പ്ലീസ് ടെൽ മീ അബൌട്ട് ഇറ്റ്. അപ്പോൾ എന്ത് പ്രൊഫസിയാണെന്ന് പറഞ്ഞിട്ട് അവൻ നല്ല ഈഗറായിട്ട് അല്ലെങ്കിൽ നല്ല കൗതുകപൂർവ്വം അമ്മേനോട് ചോദിക്കുകയാണ്, അതിനെപ്പറ്റി എന്നോട് പറയൂ എന്ന് പറഞ്ഞു. സോ ഹിസ് മദർ ടോൾഡ് ഹിം എ സ്റ്റോറി ദാറ്റ് ഹെർ ഓൺ മദർ ടോൾഡ് ഹെർ when she herself was a younger than little Ernest, that at some future day a child should be born near here who was destined to become the greatest and noblest person of this time, and whose face in manhood should bear an exact resemblance of the great stone face. സോ അമ്മ പറയാണ്, അതായത് അമ്മ ചെറിയ കുട്ടിയായ സമയത്ത്, അമ്മ ഏണസ്റ്റിനെക്കാളും ചെറുതായ സമയത്ത് ഒരു ദിവസം ഫ്യൂച്ചറിൽ ഒരു കുട്ടി ജനിക്കും. ആ കുട്ടിയാണെങ്കിൽ നല്ല കൈൻഡ് ആൻഡ് ലോയലസ്റ്റ് പേഴ്സൺ ആയിരിക്കും ആ സമയത്ത്. മാത്രവുമല്ല ആ ഒരു കുട്ടിക്ക് ആ ഗ്രേറ്റ് സ്റ്റോൺ ഫേസിൻ്റെ റിസംബ്ലൻസും ഉണ്ടാവും എന്ന് പറയാണ്. Many still had faith in his old prophecy, but others look it as a nothing but idle talk. ചിലത് ഇങ്ങനെ എല്ലാവരും ഈ ഗ്രേറ്റ് സ്റ്റോൺ ഫേസിൻ്റെ ഒരുപാട് പേരൊക്കെ ഇതിൽ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ചിലർക്കൊക്കെ ഇത് ഐഡിലായിരുന്നു. ഐഡിൽ എന്ന് വെച്ചാൽ ഒരു ഫൂളിഷ് ടോക്ക് ആയിരുന്നു എന്നാണ് പറയുന്നത്. At all events, the great man of the prophecy had not yet appeared. സോ എന്ന് വെച്ചാൽ ഇതുവരെ അങ്ങനെ ഒരു ഫേസ് ഉള്ള ഒരാൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നാണ് അമ്മ പറഞ്ഞത്. ഓ മദർ, ക്രൈഡ് ഏർണസ്റ്റ്, ക്ലാപ്പിംഗ് ഹിസ് ഹാൻഡ്സ് അബോവ് ദ ഹെഡ്, ഐ ഡു ഹോപ്പ് ദാറ്റ് ഐ ഷുഡ് ലീവ് ടു സീ ഹിം. സോ അമ്മയെന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കര സന്തോഷത്തിൻ്റെ കയ്യെ കടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ എനിക്ക് കാണാൻ കഴിയുന്നവരെ ജീവിക്കണം എന്നാണ്. His mother was an affectionate and thoughtful woman. It was proper, she thought, not to discourage the fanciful hopes of her little boy. So she said to him, perhaps you may. സോ അമ്മ അങ്ങനെ ഭയങ്കര അഫെക്ഷനേറ്റ് ആയിട്ടില്ല, ഭയങ്കര സ്നേഹനിധിയായ ഒരു അമ്മയായിരുന്നു. മാത്രമല്ല അവർക്കൊരു പക്ഷേ അവരുടെ മോനെ ഇങ്ങനെ ഡിസ്കറേജ് ചെയ്യാം അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്താം. ആ മോൻ്റെ ഈ പറഞ്ഞ ഫാൻസി ഹോപ്സിനെ പറ്റി അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ആഗ്രഹങ്ങളെ പറ്റി പറഞ്ഞിട്ട് അവർക്ക് ഡിസ്കറേജ് ചെയ്യാം. പക്ഷേ അവരൊരിക്കലും അത് ചെയ്തില്ല. പെർഹാപ്സ് നീ ഒരു സമയത്ത് ഗ്രേറ്റ് സ്റ്റോൺ ഫേസിൻ്റെ മുഖം റിസംബിൾ ചെയ്യുന്ന ഒരാളെ കണ്ടുമുട്ടിയേക്കാൻ നമ്മൾ പറയാണ്. ആൻഡ് ഏർണസ്റ്റ് നെവർ ഫോർഗെറ്റ് ദ സ്റ്റോറി ദാറ്റ് ഹിസ് മദർ ടോൾഡ് ഹിം. ഇറ്റ് വാസ് ഓൾവേസ് ഇൻ ഹിസ് മൈൻഡ് വെൻ എവർ ഹി ലുക്ക്ഡ് അപ്പോൺ ദ ഗ്രേറ്റ് സ്റ്റോൺ ഫേസ്. അപ്പോൾ എപ്പം അവനെ ആ ഗ്രേറ്റ് സ്റ്റോൺ ഫേസിൻ്റെ മുഖം നോക്കിയാലും അവൻ്റെ അമ്മ പറഞ്ഞ സ്റ്റോറി എപ്പോഴും അവനെ ഓർക്കാറുണ്ട്. ഹി സ്പെൻഡ് ഹിസ് childhood in a log cottage where he was born, was dutiful to his mother and helpful as her in many things, assisting her much with her little hands and more with her loving heart. In this manner, from a happy yet often pensive child, he grew up to a mild and quiet youth. സോ അവൻ്റെ കുട്ടിക്കാലം മൊത്തം അവൻ ആ ഒരു ലോ കോട്ടേജിലാണ് താമസിച്ചിരുന്നത്. അവൻ ജനിച്ചത് മുതൽ തന്നെ അവൻ്റെ അമ്മേനോട് നല്ല ഡ്യൂട്ടിഫുൾ ആയിരുന്നു, നല്ല ലോയലായിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾക്ക് അവരെ സഹായിക്കുമായിരുന്നു. അവരുടെ ചെറിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ അസിസ്റ്റ് ചെയ്യുമായിരുന്നു.
കൂടുതലും അവൻ്റെ ആ ഒരു സ്നേഹിക്കുന്ന ഹൃദയം കൊണ്ടായിരുന്നു അവൻ കൂടുതലും അവളുടെ അമ്മേനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു മാനറിൽ അവൻ എപ്പോഴും നല്ലൊരു തോട്ട്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല ചിന്താഗതിയുള്ളൊരു മോനായിട്ട് മാറി. അവസാനം അവൻ എന്ത് ചെയ്തു, ഒരു വലിയൊരു യൂത്തായിട്ട് അഡൾട്ടായിട്ട് മാറി. സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്യാവുന്നത്. സോ ഹോപ്പ്ഫുള്ളി യു എൻജോയ് ദ ക്ലാസ്. അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നവരേക്കും താങ്ക് യു എവരി വൺ ആൻഡ് താങ്ക് യു സോ മച്ച്.